ഒരു മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് മാസം 2-ാം തീയതി മുതലാണ് ഞങ്ങൾ UDF ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മാർച്ച് മാസം 2-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 2-ാം തീയതി വരെ കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ, കവലകൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാക്ടറി തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് 10,000-കണക്കിന് ജനങ്ങളുമായി നേരിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിൽ മുഖാമുഖം സംസാരിച്ചുകൊണ്ട് അവരുമായി സൌഹൃദ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയുണ്ടായി. അതായിരുന്നു 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ സാഹസികമായിട്ടുള്ള യജ്ഞം. ഞാനിത് പറയാനുള്ള കാരണം 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് പോലും കാൽനടയായി കടകമ്പോളങ്ങളിൽ കയറിയിറങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്ന്, അതുപോലെ തന്നെ ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ നൊയമ്പിന്റെ കാലഘട്ടമാണ്, വ്രതാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടമാണ്, ഈസ്റ്ററിന്റെ കാലഘട്ടമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലുമൊക്കെ കടന്നു ചെന്ന് 10,000-കണക്കിന് വരുന്ന ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ 2-ാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്നത്. 2-ാം ഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ 2 ദിവസം റോഡ് ഷോ ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും 2 ദിവസമായി വാഹനത്തിൽ റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോ സത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമാപന പ്രഖ്യാപന റാലിക്ക് സമാനമായ നിലയിൽ വൻപിച്ച ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വിജയമുള്ള റോഡ് ഷോ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം നടന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടന പരിപാടിയാണ്. നാളെ രാവിലെ ആര്യങ്കാവിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടന പരിപാടി ആരംഭിക്കും. ഏപ്രിൽ മാസം 21-ാം തീയതി വരെ സ്വീകരണ പര്യടന പരിപാടി തുടരും. ഇതാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള പരിപാടി. ഓരോ നിയോജക മണ്ഡലത്തിലും ഈ 2 ദിവസം വെച്ചാണ് സ്വീകരണ പര്യടന പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ നടത്തിയ പ്രചരണത്തിൽ നിന്നും ജനങ്ങളുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്നും ഇന്നലകളിൽ ഒരു കാലഘട്ടത്തിലും ലഭിച്ചിട്ടില്ലാത്ത അനുകൂലമായ പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന്, വോട്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ദേശീയ തലത്തിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്ന പൊതു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ജനാഭിലാഷം കേരളത്തിൽ വളരെ വളരെ ശക്തമാണ്. ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റിനെ ഭാരതത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുക എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ദൌത്യം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന വികാരം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നല്ലതുപോലെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, അതിന് സമാനമായ നിലയിൽ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അറപ്പും വെറുപ്പും അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കശുവണ്ടി ഫാക്ടറികളിലൊക്കെ കടന്നു ചെന്നപ്പോൾ ഈ ഗവൺമെന്റിനെതിരായി നുരഞ്ഞു പൊന്തുന്ന രോഷം ഞങ്ങൾക്കെല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ടായി. അവരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്, ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയാണ്. വിലക്കയറ്റം കൊണ്ട് നാട്ടിലെ ജനങ്ങൾ ഗുരുതരമായി പൊറുതിമുട്ടുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ആർഭാടവും ധൂർത്തും കേരളീയവും നവകേരള സദസ്സും അതുപോലെ തന്നെ മുഖാമുഖവുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആർഭാടവും ധൂർത്തും നടത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ഒരു സർക്കാർ. അതുകൊണ്ട് കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ താക്കീതായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറിത്തീരും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 20 സീറ്റിൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷ. 3, തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട 3-ാമത്തെ ഘടകം, പാർലമെന്റ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം UDF-ന്റെ പ്രതിനിധിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് വികസനോന്മുഖ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നാടിന്റെ നാനാമുഖമായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളിലും ഒരു പഞ്ചായത്തംഗം ഇടപെടുന്നതിന് സമാനമായ നിലയിൽ പാർലമെന്റ് അംഗം ഇടപെട്ടുകൊണ്ട് ഒരു വീട്ടിൽ ഒരു MP എന്ന നിലയിൽ 24/7 ലൈവായിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷവും ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത്. അതിനൊരു വലിയ പ്ലസ് പോയിന്റ്, അതിനൊരു വലിയ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അങ്ങനെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നാടിന്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ ഒരു ദശാബ്ദ കാലയളവിലെ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന വികസന രേഖയാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. ഒരു ദശാബ്ദക്കാലത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള രേഖ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ വികസനോന്മുഖ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളടക്കം ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും അതുപോലെ മറ്റ് നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സജീവമായി നിന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രതികരണം ജനമനസ്സുകളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്തിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ 3 ഘടകങ്ങളാണ്, ഈ 3 കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമല്ല, ശരിയായ രൂപത്തിലുള്ള ആത്മവിശ്വാസമാണ്. കാരണം ഞങ്ങൾ നേരിടുന്നത് 2 പ്രധാനപ്പെട്ട മുന്നണികളെയാണ്. CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് ഞങ്ങളെ എതിർക്കുന്ന പ്രധാനപ്പെട്ട 2 മുന്നണികൾ. ആ 2 മുന്നണികൾക്കും നല്ലതുപോലെ സമ്പത്തുണ്ട്, ആസ്തിയുണ്ട്, അധികാരമുണ്ട്. സംഘടനാ ബലവും കൂടി ഇതിന്റെ 2നോടൊപ്പം സംഘടനാ ബലവും കൂടി വിനിയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിൽ വളരെ പരിമിതമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം AICCയുടെ ബാങ്ക് അക്കൗണ്ട് പോലും ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് മരവിപ്പിച്ചു. ഉണ്ടായിരുന്ന 58 കോടി രൂപ പിടിച്ചെടുത്തു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. വീണ്ടും 1300 ചില്ലുവാനം കോടി രൂപയുടെ ഇൻകം ടാക്സിന്റെ നോട്ടീസ് കൊടുത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രതിപക്ഷ പ്രസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കി അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാക്കിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തെടുക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഈ 2 മുന്നണികളും അധികാരവും സമ്പത്തും അവരുടെ സംഘടനാ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രചണ്ഡമായ പ്രചാര പ്രവർത്തനത്തിലൂടെ ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനെയും പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ BJPയും CPMഉം മത്സരിക്കുകയാണ്. അപ്പോൾ ഈ 2 മുന്നണികളുടെയും അപവാദ പ്രചാരവേലയെയും എല്ലാ തരത്തിലുള്ള പ്രതിലോമകരമായ പ്രചരണത്തെയും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിജീവിച്ചു വേണം തിളക്കമുള്ള വിജയം കൈവരിക്കാൻ. വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. അതിനാവശ്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. പരിമിതികളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരുടെ എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചുവരെഴുതിയത്, പോസ്റ്റർ ഒട്ടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ പ്രാദേശിക തലത്തിൽ പ്രവർത്തകർ ഫണ്ട് സമാഹരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ബഹുഭൂരിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നു. ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു വിലയിരുത്തലിൽ എത്തിച്ചേർന്നത്.